നമുക്കെല്ലാവർക്കും പൂക്കളും ചെടികളും ഒക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ? അങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അസേലിയ പ്ലാന്റ് തന്നെയാണ്. ഇന്ന് നമ്മളൊരു കോംബോ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കോംബോ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ, അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ രീതിയിൽ ഇതിൻ്റെ പരിപാലനം എങ്ങനെയാണെന്നൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു 80 രൂപേൻ്റെ പ്ലാന്റും 150 രൂപേൻ്റെ പ്ലാന്റും ഒക്കെ ഫ്ലവർ ഇല്ലാത്തതൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങി ഒരുപാട് നല്ല കമൻസ് ഒക്കെ ഇട്ടു. എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഇതിലും നമ്മളൊരു കോംബോ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള 2 കളേഴ്സ് അടങ്ങുന്ന ഒരു കോംബോ ആണിത് കേട്ടോ. ഇതുപോലെ തന്നെ ഈ പ്ലാന്റ് നമുക്ക് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ വളർത്തിയെടുക്കാം. വലിയ മെയിൻ്റനൻസ് ഒന്നും ഈ പ്ലാന്റിന് ആവശ്യമില്ല. നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുക. നല്ല വെളിച്ചം കിട്ടുന്നിടത്താണെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഇതിന് പോട്ട് മിക്സ് എന്ന് പറയുന്നത് മണ്ണും മണലുണ്ടെങ്കിൽ മണൽ. ചില സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും വിളിച്ച് പറയും മണലില്ല കേട്ടോ, അപ്പോൾ നമ്മൾ പിന്നെ എന്താ ചേർക്കുക എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ളവർ കരിയില കമ്പോസ്റ്റ് ആഡ് ചെയ്യുക. അപ്പം മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്ത് നടുക. ഇല്ല എങ്കിൽ മണ്ണും ചാണകപ്പൊടിയും കരിയില കമ്പോസ്റ്റും ചേർത്ത് ഈ പ്ലാന്റ് നടുക കേട്ടോ. ഇതാണ് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പൂക്കളുള്ള 2 പ്ലാന്റ്. അതായത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പൂക്കളില്ലാത്ത പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത്. ഇപ്പോൾ കറക്റ്റ് നമ്മൾ പൂക്കളുള്ള പ്ലാന്റ് നമുക്ക് ഉണ്ട്, പൂക്കളൊക്കെ വിരിഞ്ഞ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിൽ 2 പ്ലാന്റാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് വരുന്നത് കൊറിയർ ചാർജ് ഉൾപ്പെടെ 400 രൂപയാണ് ഈ 2 പ്ലാന്റിനും കൂടെ വരുന്നത് കേട്ടോ. നല്ല ബുഷി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേഗം തന്നെ ഓർഡർ തന്നോളൂ കേട്ടോ. കാരണം ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ്. കാരണം ഫ്ലവർ ഉള്ള പ്ലാന്റ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾ വേഗം എനിക്ക് മെസ്സേജ് അയയ്ക്കുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒത്തിരി വെള്ളമൊന്നും കോരി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടി പെട്ടെന്ന് നശിച്ചു പോകുവേ. കാരണം നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്നൊരു പോട്ട് മിക്സ് തന്നെ നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കുക. അതുപോലെ അത്യാവശ്യം നല്ല സൺലൈറ്റ് അടിക്കുന്നിടത്ത് ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഇതിൽ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് നട്ട് ഗ്രോ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഒരുപാട് ഹാർഡാവാത്ത ഒരു പോട്ട് മിക്സാണ് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറാക്കേണ്ടത്. അതുപോലെ ഇതിൽ പൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ആ പൂ വന്ന ഭാഗത്തിൻ്റെ താഴ്ഭാഗത്ത് വെച്ചൊന്ന് കട്ട് ചെയ്യുകയും ചെയ്യുക.